ഒലീവിയയിൽ മാത്രമല്ല ഒരുപാട് സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾ ഇതേപോലെ പീഡനവും മാനസിക സമ്മർദ്ദവുമൊക്കെ അനുഭവിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. മാന്യമായിട്ടുള്ള ഒരു റൂൾസിൽ പോകുകയാണെങ്കിൽ ഇരു കൂട്ടർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ചില മുതലാളിമാർ ദയയോ ദാക്ഷിണ്യമോ മാനുഷിക പരിഗണനയോ കൊടുക്കാതെ അടിമയെപ്പോലെ പണിയെടുപ്പിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തേണ്ടത് നമ്മളിൽ ഓരോരുത്തരുമാണെന്ന് തോന്നുന്നു. ഒലീവിയ ഡിസൈൻസ് ചർച്ചയായതോടുകൂടി പല രഹസ്യങ്ങളുമാണ് പുറത്തേക്ക് വന്നത്. എന്നോട് സെയിൽസ് ഗേൾ ആയിട്ടുള്ള 1-2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുപാട് മാനസിക പീഡനങ്ങൾ അനുഭവിക്കാറുണ്ട് എന്ന്. ഇട്ടെറിഞ്ഞു പോരാൻ ഞങ്ങൾക്ക് വേറെ വഴികളില്ല. ഞങ്ങൾക്ക് ഓവറായിട്ടുള്ള വിദ്യാഭ്യാസമില്ല. മാത്രവുമല്ല, ഞങ്ങളെ കുടുംബം തന്നെ മുന്നോട്ട് പോകുന്നത് ഈ ഒരു വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരോടും പരാതിപ്പെടുന്നില്ലെന്ന് മാത്രം. ഇവർ ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് നിൽക്കുന്നത്. ഇവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 7 മണി വരെയാണ് ഡ്യൂട്ടി. ഈ ഡ്യൂട്ടിക്കുള്ളിൽ ഒരിക്കൽ പോലും ഇവർക്ക് ഇരിക്കാൻ പറ്റില്ല. കസ്റ്റമർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർക്ക് ഇരിക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് മാസത്തിൽ പീരീഡ് ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. ഈ സമയത്ത് ഹോർമോണിൻ്റെ ഇൻബാലൻസ് മൂലം പല ബുദ്ധിമുട്ടുകൾ ഇവർ നേരിടേണ്ടി വരും. ആ ഒരു സമയത്തൊക്കെ ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഷോപ്പിൽ വരുന്ന കസ്റ്റമർ തുണി എടുക്കാതെ പോയാൽ അതിന് ഇവർക്ക് വഴക്കും പണിഷ്മെൻറ്റും ഒക്കെ ഉണ്ടാകും. കസ്റ്റമർ വലിച്ചിടുന്ന വസ്ത്രങ്ങൾ മടക്കി ഒതുക്കി വെച്ച് അതിനിടയിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും ഇവർക്ക് സമയം കിട്ടുന്നില്ല. തൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ജീവിച്ചു പോകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇതിലും അപ്പുറം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. കൊറോണയ്ക്കൊക്കെ മുൻപാണെന്ന് തോന്നുന്നു, ഒരു പെൺകുട്ടി എൻ്റെ വീട്ടിൽ കുറച്ച് പ്രൊഡക്റ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ചായപ്പൊടി, വീട്ടിലെ കുറച്ച് പ്രൊഡക്റ്റുകൾ, ബാത്റൂം ക്ലീനർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുമായിട്ട് വന്നതാണ്. അവരിൽ നിന്നൊരു പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ അവരെക്കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവർ വയനാട് നിന്നാണ് വരുന്നത്. താമരശ്ശേരിയാണ് അവർ ജോലി ചെയ്യുന്നത്. എൻ്റെ ഓർമ്മയിൽ ഇവർ പത്രത്തിലെ പരസ്യം കണ്ടിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. അതിലുള്ളത് 20,000-നും 40,000-നും ഇടയിലുള്ള സാലറി, HR മാനേജർ പോസ്റ്റ്, +2 ഡിഗ്രി ക്വാളിഫിക്കേഷൻ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ. അത് ഫ്രീ ആണ് കേട്ടോ. ഇതാണ് അവർ ജോലി ഓഫറായിട്ട് പറയുന്നത്. ഇങ്ങനൊരു പരസ്യം കണ്ടപ്പോൾ ഇവർക്ക് തരക്കേടില്ലാന്ന് തോന്നി. ഹസ്ബൻഡും ഇവർക്കൊരു കുട്ടിയുണ്ട്, ഒരു കുഞ്ഞും കൂടി ഇവർ താമരശ്ശേരിയേക്ക് എത്തുന്നു. അപ്പോൾ ഓഫീസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് ഇഷ്ടമാകുകയും ചെയ്തു. കാരണം അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ഇന്നൊക്കെ ചെയ്ത് ടൈയൊക്കെ ഇട്ട് നല്ല നീറ്റായി ഡ്രസ്സൊക്കെ ധരിക്കുന്ന കുറേ ആൾക്കാർ. അവരൊക്കെ കണ്ടപ്പം അവർ വിചാരിച്ചു ഇത് കുഴപ്പമില്ലാത്ത നല്ലൊരു ജോലിയായിരിക്കുമെന്ന്. അങ്ങനെ പെൺകുട്ടി ജോയിൻ ചെയ്യുന്നു. ഹസ്ബൻഡും കുട്ടിയും തിരിച്ചു പോകുന്നു. നെക്സ്റ്റ് ഡേ ആണ് ഇതൊരു ഉടായിപ്പാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ മാനേജർ, HR, ഒരു ഹെഡ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവർ കൈകൊട്ടും കുറേ ആരവം വിളികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് ഈ പെൺകുട്ടി ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്ത ആൾക്കാരെ മുൻപന്തിയിലേക്ക് വിളിക്കുകയും അവർക്ക് 100 പോയിന്റ് കൊടുക്കുകയും അവർക്ക് അച്ചീവ് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നീട് 10 പേരുണ്ടെങ്കിൽ 10 പേരെ കൊണ്ടും സംസാരിപ്പിക്കുന്നുണ്ട്. അതൊരു മോട്ടീവായിട്ട് മറ്റുള്ളവർക്ക് മാറുന്നൊരു തരത്തിലുള്ള സംസാരങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് അവർ പറയുന്നുണ്ട്. പിന്നീട് അവരൊരു ബാഗും തൂക്കിയിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ട് അവർ പോവുകയാണ്. അപ്പോൾ അവർ ഓരോ വീടുകളിലൊക്കെ പോയിട്ട് അവർക്ക് ഇന്ന സാധനം വാങ്ങണം, ഇന്ന സാധനങ്ങൾ വാങ്ങിയാൽ അവർക്ക് കൂടുതൽ പോയിന്റ് കിട്ടും. കൂടുതൽ പോയിന്റ് കിട്ടി 6 മാസം നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് മറ്റൊരു പോസ്റ്റിലേക്ക് മാറാൻ കഴിയൂ. 6 മാസം പിടിച്ചു നിൽക്കണം. അത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. എല്ലാ വീടുകളിൽ നിന്നൊന്നും ഇങ്ങനത്തെ ആൾക്കാരെ കയറ്റുകയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിയൊന്നും ചെയ്യില്ല. പക്ഷേ അതെങ്ങനെയെങ്കിലും വാങ്ങിക്കണം. അത് ഇവരുടെ സംസാരത്തിലൂടെയാണ് നമ്മൾ സാധനങ്ങൾ എടുക്കുക. ഇപ്പം ഞാൻ തന്നെ അവരെ അടുത്തുനിന്ന് വാങ്ങണമെന്ന് താല്പര്യപ്പെട്ടിട്ടല്ല, പക്ഷെ അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, ഞങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മേടിക്കണം, എന്നാൽ മാത്രമേ ഞങ്ങൾക്കൊരു പോയിന്റ് കിട്ടുമെന്ന് പറയുന്നേരമാണ് നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത്. വെയിലും മഴയും ഒക്കെ കൊണ്ട് ഇവർ വീടുകൾ തോറും കയറി ഇറങ്ങി തൊണ്ട കീറി സംസാരിച്ച് സാധനങ്ങൾ എടുത്താൽ മാത്രമേ ഇവർക്ക് അതിൽ ബെനഫിറ്റ് ഉള്ളൂ. കിട്ടുന്നതാണെങ്കിൽ തുച്ഛമായിട്ടുള്ള സാലറി. ഈ പറയും പോലെ 20 40 ഒന്നും അവർക്ക് കിട്ടുന്നില്ല. 10,000 പോലും കിട്ടുന്നില്ല. 7,000 8,000 ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും ആർക്കും കിട്ടിയതായിട്ട് ഇവർക്ക് അറിയില്ല. കമ്പനിയുടെ ടാർജറ്റ് കുറഞ്ഞാൽ ഇവർക്ക് അന്ന് വഴക്കാണ്. ഇവർ മാനസികമായിട്ട് അത്രത്തോളം ഇവർ ബുദ്ധിമുട്ടിക്കും. ഇവർ ദൂരം ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇവിടെ സെലക്ട് ചെയ്യുള്ളൂ. അടുത്തുള്ള ആൾക്കാർ വന്ന് പിറ്റേന്ന് തന്നെ ഇങ്ങനത്തെ ഒരു ഇതാണെന്ന് പറഞ്ഞാൽ അവർ
തിരിച്ചു പോവാനും ഇതിൻ്റെ പേരിൽ ആൾക്കാരോടൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ ധരിച്ചിട്ടാവും. അതല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടാക്കുന്ന കുട്ടികൾ കുറച്ച് ദിവസം നിൽക്കില്ല, പിന്നെ അച്ഛനും അമ്മ തിരിച്ച് ഇവരെ കൂട്ടാൻ വരുന്നത് വരെ അവരവിടെ പിടിച്ച് നിൽക്കല്ലോ, അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ ജോലിയുടെ പേരിൽ പലതരം ചൂഷണങ്ങളും നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട്.